ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം പൊതുവിൽ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പൊതുവിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലും തലയെടുപ്പുള്ള മുസ്ലിം നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ദേശീയ മുസ്ലിങ്ങളെന്നൊക്കെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ മുസ്ലിം നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരായും വന്നിരുന്നു. എന്നാൽ പോകെ പോകെ ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യം കോൺഗ്രസ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പാർട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. ഇപ്പോൾ ബോഹോട്സിൻ്റെയൊക്കെ ഒരു ആരോപണത്തിൽ നേരിട്ട് നിൽക്കുന്ന സമയത്താണ്, ഒരു പ്രതിച്ഛായ നഷ്ടത്തിൽ നിൽക്കുമ്പോഴാണ് നാഗ്പൂർ MP ആയിരുന്ന രാമജന്മഭൂമി ക്യാമ്പയിൻ്റെയൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് കോൺഗ്രസിൻ്റെ നേതാവ് ബൻവാരിലാൽ പുരോഹിത്. അദ്ദേഹത്തെയാണ് ഒരു ഇടനിലക്കാരനായി രാജീവ് ഗാന്ധി RSS സർസംഘചാലകൻ്റെ അടുത്തേക്ക് അയച്ച് ശിലാന്യാസം നടത്താൻ ഞങ്ങൾ സമ്മതിക്കാം, ഞങ്ങളെ പിന്തുണയ്ക്കണം എന്ന ആവശ്യം മുൻപോട്ട് വെക്കുന്നത്. അതൊക്കെ വിശദീകരിക്കുന്ന ധാരാളം പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ശിലാന്യാസം നടന്നു. അത് പിന്നീട് 92-ൽ ബാബറി മസ്ജിദിൻ്റെ പൊളിക്കുന്നതിലേക്ക് നയിച്ചു, തകർച്ചയിലേക്ക് നയിച്ചു. ഈ അനുഭവങ്ങളെല്ലാം ഇന്ത്യയിലെ മുസ്ലിം ജനസാമാന്യത്തെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പല ഭാഗത്തും കോൺഗ്രസ്സിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വിശ്വാസത്തിന് ഇളക്കം തട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് UP-യിലല്ലേ. ഇപ്പോൾ UP-യിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ്? ആസാമിൽ, അങ്ങനെ ഓരോ സംസ്ഥാനം എടുത്താൽ, ബംഗാളിൽ, ഓരോ സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പോയി, എല്ലാം പോയി. അപ്പോൾ കേരളത്തിലേക്ക് കടന്നു വന്നാലും സ്ഥിതി ഇതാണ്. കേരളത്തിലും UDF അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോഴെല്ലാം ഇവിടെ വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നു, പോലീസ് വെടിവെപ്പുകൾ ഉണ്ടാകുന്നു, നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നു. സിറാജുന്നീസയെ വെടിവെച്ച് പോകുന്നത് പാലക്കാട്ട് വെച്ചാണ്, കേരളത്തിലെ പോലീസ് വെടിവെച്ച് പോകുന്നതാണ്. തൊട്ടടുത്ത് ഇപ്പോൾ കർണാടകയിലേക്ക് നോക്കിയാൽ കർണാടകയിൽ കോൺഗ്രസ്സാണ്. ഈ അടുത്ത സമയത്തല്ലേ മംഗലാപുരത്ത് നമ്മുടെ മലയാളിയായ അഷ്റഫ് കൊല്ലപ്പെട്ടു. മൃഗീയമായി പട്ടാപ്പകൽ അടിച്ചു കൊന്നുകളഞ്ഞു അഷ്റഫിനെ. തൊട്ട് മുൻപാണ് കർണാടകയിൽ തന്നെ ഇദ്രീസ് പാഷ പശുവിൻ്റെ പേരിലാണ് കൊല്ലുന്നത്. നമ്മുടെ അതിർത്തിക്ക് അപ്പുറം വരെ എത്തി നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഈ സംഘപരിവാർ വിധേയത്വം, RSS പ്രീണനം ആണ് ഇവിടങ്ങളിലൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു, ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയുന്നു എന്ന ഘട്ടം വന്നപ്പോൾ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഒക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ഒരു കെട്ടുകഥ വിശ്വസനീയമെന്ന നിലയിൽ പ്രചരിപ്പിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കാത്ത, ഒരാൾക്കും ചിന്തിക്കാനാവാത്ത ഒന്നാണ് വർഗീയതയോട് ഇടതുപക്ഷം എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത്. ആവാം, എന്തുമാവാം, പക്ഷേ ഇതാരും ഒരാൾക്കും ചിന്തിക്കാനാവില്ല. പക്ഷെ അവർ തന്നെ അത് പ്രചരിപ്പിക്കുകയാണ്, ആവർത്തിച്ച് പ്രചരിപ്പിക്കുകയാണ്. പച്ചക്കള്ളം 100 ആവർത്തിച്ച് പ്രചരിപ്പിച്ച് കേരളത്തിലെങ്കിലും ഈ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ കോൺഗ്രസ്സിന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഹീനമായ ഒരു കൃത്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.